So guys, decimal to binary, binary to decimal. ഡെസിമൽ സംഖ്യ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 0 മുതൽ 9 വരെയുള്ള നമ്പറുകളുടെ കോമ്പിനേഷൻസ് ആണ്. ഇനി നമുക്ക് ഈ ഡെസിമൽ സംഖ്യേനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറിയുടെ ബേസ് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 2 ആണ്. ഈ 2 വെച്ച് ഈ ഡെസിമൽ സംഖ്യേനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം നമ്മൾ സൈഡിലായിട്ട് എഴുതുന്നു. നമുക്കതൊരു ഉദാഹരണത്തിലൂടെ നമുക്കത് കാണിക്കാം. 14 എന്ന് പറയുന്ന ഡെസിമൽ സംഖ്യേനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ 14നെ ബൈനറിയുടെ ബേസായ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുക. 14 ഞാനിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ ബേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 ശിഷ്ടം 0 കിട്ടി. നമ്മൾ LCM കാണുന്ന പോലെ തന്നെ 14നെ ബേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് 7 കിട്ടുന്നു. ഈ ശിഷ്ടം നമ്മൾ ഈ സൈഡിലായിട്ട് എഴുതുന്നു. ത്രൂ ഔട്ട് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് വീണ്ടും ചെയ്യുന്നു. 3 2 6 ശിഷ്ടം 1. 3നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 2 2 2 1 3. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി വേറൊരു കാര്യമുണ്ട്. പോയിൻ്റൊക്കെ ഉള്ള സംഖ്യയാണെങ്കിൽ, അതായത് 14.3 ഇതിനെ എങ്ങനെയാണ് നമ്മൾ ബൈനറി ആക്കുന്നത്? ഇത് ഇൻറ്റിജർ പാർട്ടാണ്, ഇത് ഫ്രാക്ഷണൽ പാർട്ടാണ്. ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഇത് കിട്ടി. ഫ്രാക്ഷണൽ പാർട്ടിനെ ചെയ്യുമ്പം 0.3 ആണല്ലോ ഫ്രാക്ഷണൽ പാർട്ട്. അതിനെ ബേസ് വാല്യൂ കൊണ്ട് ഗുണിക്കുന്നു. ഗുണിച്ച് കഴിയുമ്പം 0.6 ശിഷ്ടം 0 അല്ല, ഈ സംഭവം ഇല്ലേ, അതിവിടെ മാറ്റി എഴുതി. വീണ്ടും 0.6 എഴുതി ഇൻറ്റു 2 ചെയ്യുന്നു. 6 2 12, അതായത് 1.2 ആണ് കിട്ടുന്നത്. 1.2ൽ ഈ 1 നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. 0.2നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുന്നു. 0.4 വരുന്നു. ഇത് 0. വീണ്ടും 0.4നെ 2 കൊണ്ട് ഗുണിക്കുന്നു. 0.8 കിട്ടുന്നു. വീണ്ടും 0. അങ്ങനെ നമ്മളങ്ങ് പോകുമല്ലോ. ഇനി ഇവിടെ നമ്മൾ താഴെ നിന്ന് പൊക്കത്തോട്ടാണ് പോയതെങ്കിൽ ഇവിടെ വരുമ്പം മുകളിൽ നിന്ന് താഴോട്ട് വരണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 0 1 0 0 എന്ന് കിട്ടും. ഇതേതാണ്? 0.3യുടെ ബൈനറി സംഖ്യയാണ്. 14.3 എന്ന് പറയുമ്പം അതിൻ്റെ ബൈനറി എന്ന് പറയുമ്പം 14 എന്ന് പറയുന്നത് 1 1 1 0 1 നമുക്ക് നേരത്തെ കിട്ടി. 0.3ൻ്റെ 0 1 0 0 ഇതാണ് അതിൻ്റെ ബൈനറി. ഇപ്പം നമ്മൾ ഡെസിമലിനെ ബൈനറിയാക്കി മാറ്റി. ഇനി തിരിച്ച് ബൈനറിനെ ഡെസിമലാക്കാം. അപ്പോൾ നമുക്ക് 1 1 0 എന്ന് പറയുന്നത് 14 ആണെന്ന് നമുക്കറിയാം. ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം ഈ ബൈനറി നമ്പറിലോട്ട് ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്ലേസ് വാല്യൂ. അപ്പം പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ബേസിൻ്റെ പവറായിട്ട് പൊസിഷൻ നമ്പർ കൊടുത്താൽ മതി. I എന്ന് പറയുന്നത് പൊസിഷൻ നമ്പർ ഓഫ് ദ ഡിജിറ്റ് ആണ്. പൊസിഷൻ നമ്പർ ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1257. ഈ ഒരു സംഖ്യയുടെ 7ൻ്റെ പൊസിഷൻ നമ്പർ 0, ഇത് 1, ഇത് 2, ഇത് 3. അത് ഞാനെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ
1257 എനിക്ക് എങ്ങനെ എഴുതാം? 1257.00 എന്നെഴുതിയാലും 1257 എഴുതിയാലും രണ്ടും സെയിം ആണല്ലോ, വിലയ്ക്ക് വ്യത്യാസമില്ലല്ലോ. അപ്പം ഈ പോയിൻറ്റിന് തൊട്ട് മുമ്പാണ് 0 എന്ന് പറഞ്ഞ പൊസിഷൻ നമ്പർ. 5 എന്ന് പറയുമ്പോൾ 1, 2 അല്ല 5 എന്ന് പറയുമ്പോൾ 1, 2 എന്ന് പറയുമ്പോൾ 2, 1 എന്ന് പറയുമ്പോൾ 3, അങ്ങനെ അങ്ങ് പോകും. പോയിൻറ്റിന് അപ്പുറത്തുള്ളതിന് എങ്ങനെ വരുമെന്ന് വെച്ചാൽ -1, -2 അങ്ങനെ അങ്ങ് പോകും. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. പൊസിഷൻ നമ്പർ പറഞ്ഞു. ഇനി പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ബേസ് എടുക്കുക, അതിൻ്റെ പവറായിട്ട് ഇത് എടുക്കുക. ഇപ്പോൾ 1257 എന്ന് പറയുന്ന ഒരു ഡെസിമൽ സംഖ്യയാണ്. ഡെസിമൽ സംഖ്യയാണെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ബേസ് എന്ന് പറയുന്നത് ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എത്ര സംഖ്യകൾ ഉപയോഗിക്കുന്നു അതാണ്. ഇവിടെ ഇപ്പോൾ 0 മുതൽ 9 വരെ എന്ന് പറയുമ്പോൾ 10 സംഖ്യകളാണ്. അങ്ങനെ ബേസ് വാല്യൂ 10. 10ൻ്റെ പവർ 7ൻ്റെ സ്ഥാനം എത്ര? 7ൻ്റെ പൊസിഷൻ നമ്പർ 0 ആണ്. 0 10⁻0 എന്ന് പറയുമ്പോൾ 1, അതായത് 7 എന്ന് പറയുന്നത് ഒറ്റാസിൻ്റെ സ്ഥാനത്താണ്. ഇനി 5ൻ്റെ കണ്ടുപിടിക്കാം. 10⁻1 10⁻1 എന്ന് പറയുമ്പോൾ എന്താണ്? 10 ആണ്. അതായത് 10ൻ്റെ സ്ഥാനമാണ് 5ന്. ഇനി 2ൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാമോ? 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്പർ 2 ആണ്. 10² 100 ആണ്. 100ൻ്റെ സ്ഥാനമാണ്. അതിനിപ്പോൾ 1ൻ്റെ പ്ലേസ് വാല്യൂ അതാ സ്ഥാനവില എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഒബ്വിയസ്ലി 1000 ആയിരിക്കും. അപ്പോൾ ഇവിടെ പൊസിഷൻ നമ്പറും ബേസും ഒക്കെ നമുക്ക് നോക്കണ്ടേ. ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഈ 0യുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പം 2⁻0, 1ൻ്റെ 2⁻1, ഇതിൻ്റെ 2⁻2, ഇതിൻ്റെ 2⁻3. ഈ കാര്യത്തിലൊരു സംശയമില്ലല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്ലേസ് വാല്യൂവിനെ ഈ ഓരോ ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കൂട്ടി എഴുതുക. ഇങ്ങനെ കൂട്ടി എഴുതുമ്പം ഇങ്ങനെയാണ്. 2³ എന്ന് പറയുമ്പോൾ 8, 2² എന്ന് പറയുമ്പോൾ 4, 2 എന്ന് പറയുന്നത് 2⁻1 എന്ന് പറയുമ്പോൾ 2 ആണ്. ഇത് 2⁻0 എന്ന് പറയുമ്പോൾ 1 ആണ്. പക്ഷേ 1 × 0 ആയിപ്പോവും. അപ്പം നെറ്റ് വില എന്ന് പറയുമ്പം 14 കിട്ടും. 8, 4, 12, 2, 14. അപ്പോൾ അതിന് മുമ്പ് ഒക്ടൽ എന്നാണെന്നറിയണം. ഒക്ടൽ നമ്മൾ ഉപയോഗിക്കുന്നത് 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റുകളാണ്. അപ്പോൾ എത്ര ഡിജിറ്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്? 8 ഡിജിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ 8 ആണ് ഇതിൻ്റെ ബേസ്. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പം ഞാനിവിടെ ചെറിയ വലിയ സംഖ്യയാണ് എടുക്കുന്നത്. എനിക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അതാകുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഞാൻ 64 എന്ന് പറഞ്ഞ ഒരു ബൈനറി സംഖ്യ എടുക്കുക. ഡെസിമൽ സംഖ്യ എടുക്കണം. ഈ 64ന് തുല്യമായ ഒക്ടൽ സംഖ്യ ഏതാണെന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? ഡെസിമലായ ഈ 64ന് ഈക്വലായിട്ടുള്ള ഒക്ടൽ സംഖ്യ ഏതാണ്? നമ്മൾ അവിടെ ചെയ്തത് ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ അത് തന്നെയാണ്, ബേസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ബേസ് നമ്പർ 8 ആണ്. അപ്പോൾ 64ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് കഴിയുമ്പോൾ 64 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ. ഇനി LCM ചെയ്തില്ലേ നമ്മൾ നേരത്തെ, അതൊന്ന് ചെയ്ത് നോക്കുന്നു. അപ്പോൾ 64ൻ്റെ LCM എടുക്കുന്നു. 64 8 കൊണ്ട് തന്നെ ചെയ്യണം, കാരണം ബേസ് 8 ആണ് ഇവിടെ. അപ്പം 8 കൊണ്ട് ചെയ്യുമ്പോൾ 8 64 ആണ്. ശിഷ്ടം 0 ആണ്. 8നെ വീണ്ടും ചെയ്യുന്നു. 8 8 ആണ്, 0 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ നിന്ന് മുകളിലോട്ട് എഴുതുന്നു. അതായത് 100 ആണ് 64ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ സംഖ്യ. ഇനി ഒക്ടലിനെ നമുക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലേസ് വാല്യൂ അറിയണമല്ലോ. ഇതിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 8⁻0, കാരണം ബേസ് 8 ആണ്.
നമ്മൾ അവിടെ ബൈനറി ചെയ്തതുപോലെ തന്നെ സാധനം തന്നെ. ബൈനറീനെ ഡെസിമലാക്കി ഇപ്പം 2:0 എന്ന് പറഞ്ഞല്ലേ മൾട്ടിപ്ലൈ ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെ 2:1 ചെയ്യുന്നു, 8:2, 8:0, 8:1, 8:2 എന്ത് ചെയ്യുന്നു, ഈ ഓരോ ഡിജിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് കൂട്ടി എഴുതുന്നു. അങ്ങനെ കൂട്ടി എഴുതുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഹെക്സാഡെസിമലിനെ ഡെസിമലാക്കാനും ഡെസിമലിനെ ഹെക്സാഡെസിമലാക്കണം. അപ്പോൾ അതിന് മുമ്പ് ഹെക്സാഡെസിമൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹെക്സാഡെസിമൽ നമ്മൾ 16 ഡിജിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. 16 ഡിജിറ്റ്, 0 മുതൽ 15 വരെയുള്ള ഡിജിറ്റ്സാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. 0 മുതൽ 9 വരെ സെയിമാണ്. 10, 11, 12, 13, 14, 15 എന്നീ സംഖ്യകൾ, ലാസ്റ്റത്തെ 6 സംഖ്യകൾ. ഇവിടെ നമ്മൾ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 10 കറസ്പോണ്ടിങ് ആയിട്ട് A, 11 B, 12 C, 13 D, 14 E, 15 F. അപ്പോൾ A1 എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ ശരിക്കും എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്? 101 എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺവേർഷനിലോട്ട് പോകാം. ഇവിടെ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചാൽ വലിയ സംഖ്യയാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ എടുക്കുന്നു 65,536 എന്ന് പറഞ്ഞ ഡെസിമൽ സംഖ്യേനെ ഈക്വലായിട്ടുള്ള ഹെക്സാഡെസിമൽ സംഖ്യ ഇതാണെന്നാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ബേസ് കൊണ്ട് ഇതിനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. സെയിം മെത്തേഡ് തന്നെ. ഇതിനെ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നോക്കുക. അപ്പം 16 വെച്ച് ചെയ്ത് കഴിയുമ്പം 4096 കിട്ടും. ഈ 4096 സിസ്റ്റം 0 ആണ്. വീണ്ടും 16 വെച്ച് ചെയ്യുന്നു, 256 കിട്ടും. 0 ആണ് സിസ്റ്റം വരുന്നത്. 256 വീണ്ടും 16 കൊണ്ട് ചെയ്യുമ്പോൾ 16, അവിടെയും 0 ആണ് സിസ്റ്റം വരുന്നത്. വീണ്ടും 16 ഹരിക്കാലോ, ഒരു 16, അവിടെ സിസ്റ്റം 0. ഈ സംഖ്യനെ ഇങ്ങനെ എഴുതി. അപ്പം ഇതിന് ഈക്വലായിട്ടുള്ള ഹെക്സാഡെസിമൽ സംഖ്യ എന്ന് പറയുമ്പം ഇതാണ്. ഇനി നമുക്കിതിനെ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാക്കിയാലോ. അതിനെന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടി എഴുതുക. അപ്പോൾ അങ്ങനെ കൂട്ടി എഴുതുമ്പം, അങ്ങനെ ഗുണിച്ച് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പം 65,536 കിട്ടും. ഓക്കെ, ഒക്ടൽ ടു ബൈനറി. അപ്പം ഈ ഒക്ടലിനെ ബൈനറി ആക്കാൻ എളുപ്പമാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 31 എന്നാണ് എടുക്കുന്നത്. 31 എന്ന് പറയുന്ന ഒക്ടൽ സംഖ്യേനെ ബൈനറി ആക്കണം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് 31നെ 3, 1 എഴുതി. ഓർക്കുക, ഒക്ടൽ എന്ന് പറയുമ്പോൾ ഒരു 3 ബിറ്റ് നമ്പറാണ്. അപ്പം ഇവിടെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ബിറ്റ് വേണം. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി ആയിട്ട് 1 ഉള്ളൂ. 1 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ നമ്പർ ബിറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി 0 ഇട്ട് കൊടുക്കുന്നു. 3ന് കറസ്പോണ്ടിങ് ആയിട്ട് 11 ആണ്. 11 അല്ല, 11 ആണ്. അപ്പം ഇത് 2 ബിറ്റേ ഉള്ളൂ. 3ാമത്തെ ബിറ്റ് 0 ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇത് ചേർത്ത് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ തിരിച്ച് ഒക്ടലിലോട്ടാക്കാനോ നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പിൻ്റെ അതേ റിവേഴ്സൽ സാധനം 3 സംഖ്യകളായിട്ട് നമ്മളിതിനെ വേർതിരിക്കണം. ഇനി ഇവിടെ 11,001 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട് കൊടുക്കാം. 0,0,1 എന്ന് പറയുമ്പം ബൈനറിയിൽ 1 ആണ്. 0,1,1 എന്ന് പറയുമ്പോൾ ബൈനറിയിൽ 3 ആണ്. 31 തിരിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യും. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഹെക്സാഡെസിമലിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലോ
അപ്പോൾ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കണം. ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കണമെങ്കിൽ നമ്മളൊരു ഉദാഹരണം ചെയ്യുവാണ്. 32D എന്ന് പറയുന്ന ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കണം. അപ്പോൾ ബൈനറി ആക്കുമ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽ സംഖ്യേനെ, അതായത് 32D ഈ സംഖ്യേനെ നമ്മൾ വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. 32D. ഡിയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ 13 അല്ലേ? അതെ. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സ് എഴുതുക. 13 എന്ന് പറയുമ്പം 1100. 2 എന്ന് പറയുമ്പോൾ 10. 3 എന്ന് പറയുമ്പോൾ 11. ഓർക്കുക, ഈ ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 4 ബിറ്റ് ബൈനറി നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ 1100 4 ബിറ്റ് ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ 2 ബിറ്റേ ഉള്ളൂ. അപ്പം ഇതിനെ 4 ആക്കാൻ ഇവിടെ ഒരു ബിറ്റ് എഴുതി 3 ആക്കി, വീണ്ടും ഒരു ബിറ്റ് എഴുതി 4 ആക്കി, 0 ഇട്ട് ആഡ് ചെയ്തു. ഇവിടെ അതുപോലെ 2 ബിറ്റിൽ 0 ഇട്ടു. ഇനി ഇതിനെ നമ്മൾ ഒന്നിച്ചെഴുതുന്നു. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് എഴുതുമ്പം ഇങ്ങനെ കിട്ടുന്നു. ഇനി വേറൊരു കാര്യം, ഇതിനെ തിരിച്ച് ഹെക്സാഡെസിമലിലോട്ടാക്കണല്ലോ, ബൈനറി ടു ഹെക്സാഡെസിമൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 4 ബിറ്റുകളായിട്ട് നമ്മളിതിനെ തിരിക്കണം. എക്സാമിന് ഇവിടെ 0 ഒന്നും തന്നിട്ടില്ലെന്ന് വിചാരിച്ചോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽസ് വാല്യൂസ് ഇട്ടാൽ മതി. 110 എന്ന് പറയുമ്പോൾ 13,